പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 7-ാം മാസത്തിൻ്റെ 15-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആമേൻ, സ്തോത്രം. ഈ 15-ാമത്തെ ദിനവും നമ്മുടെ ആയുസ്സിൽ ഒരു ദിനം കൂടെ നൽകിയ നല്ല നാഥനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് നിന്ന് വിലയേറിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യും. ആമേൻ. 65-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുന്നു, നീ ഭൂമിയെ സന്ദർശിച്ചു നനയ്ക്കുന്നു. ഒരു വ്യക്തിയോ ഒരു സമൂഹത്തെയോ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ എത്തിക്കുന്നതിന് വേണ്ടി ദൈവം അവരെ പരിശോധനയിൽ കൂടെ കടത്തിവിടും. ഇപ്രകാരമുള്ള പരിശോധനകളെ സന്ദർശനം എന്ന വേദപുസ്തക ഭാഷയിൽ പറയുന്നു. സന്ദർശനമെന്ന വാക്ക് കേൾക്കാത്ത മനുഷ്യൻ ഉണ്ടാകില്ല. ദൈവത്തെ മാത്രം നോക്കി തന്നിൽ ആശ്രയിച്ച് കാത്തിരുന്ന തൻ്റെ മക്കളിൽ അവഗണിക്കപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും അശരണരെയും ദൈവം തേടി ചെല്ലുകയും അവരുടെ ദാരിദ്ര്യവും പരിതാപകരമായ അവസ്ഥയിൽ നിന്നും അവരെ ഉദ്ധരിക്കുന്ന പ്രവൃത്തികൾക്ക് സന്ദർശനമെന്ന് വചനം പറയുന്നു. ദൈവിക പ്രകാരം ജീവിക്കുകയും ദൈവത്തിൻ്റെ നാമത്തിൽ ശുശ്രൂഷിക്കുകയും പ്രവചിക്കുകയും ചെയ്ത ഇരമ്യാവ് എല്ലാവരാലും ഉപദ്രവിക്കപ്പെട്ടു തൻ്റെ ജീവിതം പ്രയാസകരമായി പരിതാപകരമായി തീർന്നപ്പോൾ ദൈവത്തോട് തന്നെ സന്ദർശിക്കണമെന്ന് അപേക്ഷിച്ചു. എന്നാൽ ദൈവത്തെ അറിയുന്നു എന്ന് അവകാശപ്പെടുന്നവരും പേരിന് ദൈവമക്കളെന്ന് പറയുന്നവരും പ്രമാണം വിട്ട് ജീവിച്ചാൽ ദൈവം അവരെയും ശിക്ഷിക്കുകയും തൻ്റെ സന്ദർശനം അവരുടെ മേൽ വരുത്തുകയും അവരെ ശിക്ഷിക്കാതെ ഇരിക്കുകയും ചെയ്യുകയില്ല എന്നതിന് സംശയമില്ല. യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്തവൻ്റെ പേർ ഞാൻ ജീവന്റെ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയും. അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മേലും 3-ാമത്തെ തലമുറയോളം ദൈവിക സന്ദർശനം ഉണ്ടാവുകയും ചെയ്യുമെന്ന് അവൻ തിരുവചനത്തിൽ വ്യക്തമായി കാണുന്നു. പ്രിയ ദൈവത്തിലെയും ദൈവം മുഖപക്ഷം ഇല്ലാത്തവനാകയാൽ ഏതു മനുഷ്യൻ്റെയും പാപത്തിൻ്റെ ഫലമായി തൻ്റെ സന്ദർശനത്തിൻ്റെ കരം നീട്ടും എന്നതിന് സംശയമില്ല. ഏത് മനുഷ്യൻ പാപം ചെയ്താലും, പുരോഹിതനായാലും വിശ്വാസിയായാലും വിശ്വാസികളുടെ മക്കളായാലും പുരോഹിതന്റെ മക്കളായാലും ആര് പാപം ചെയ്താലും ദൈവിക സന്ദർശനത്തിൻ്റെ കരം നീട്ടും. ഏലിയുടെ മക്കൾ പാപം ചെയ്തതുകൊണ്ട് ഏലി പുരോഹിതനല്ലേ, പുരോഹിതന്റെ മക്കളല്ലേ എന്നോർത്ത് ദൈവം കരം നീട്ടി ശിക്ഷിക്കാതെ ഇരുന്നില്ല. എന്നാൽ എല്ലാവരാലും പീഡിപ്പിക്കപ്പെടുകയും ത്യജിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളവരെ ദൈവം സന്ദർശിച്ച് വിടുവിച്ചതായും ദൈവവചനം പറയുന്നു. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. പീഡനങ്ങൾ അനുഭവിച്ചവര്, കഷ്ടത അനുഭവിച്ചവര്, സ്തോത്രം. നമുക്കറിയാം. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ലാസറിനെ നമുക്ക് അറിയാം. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വളരെ കഷ്ടത അനുഭവിച്ച ഒരു ദരിദ്രനായ ഒരു മനുഷ്യനായിരുന്നു. തൻ്റെ ശരീരമാകെ വ്രണം കൊണ്ട് നിറഞ്ഞ് തൻ്റെ ഈ ലോകവാസം വളരെ ദയനീയമായിരുന്നു. എന്നാൽ തന്നെ ദൈവം വീണ്ടെടുത്തു. ദൈവിക സന്ദർശനത്തിൽ തൻ്റെ ദൈവിക ഉദ്ദേശത്തിനൊത്തവണ്ണം തന്നെ വീണ്ടെടുക്കുവാനിടയ. അതുപോലെ നാം ഇന്ന് ആയിരിക്കുന്നതും അനുഭവിക്കുന്നതും നാളെ നമുക്ക് ലഭിക്കുവാൻ പോകുന്നതുമായ പദവികൾ എത്രയോ ശ്രേഷ്ഠമാണ്. വെറും മൺകൂനയായിരുന്ന നമ്മെ ദൈവം സന്ദർശിച്ചത് കൊണ്ടാണ് നാം ഇങ്ങനെ ഇത്ര നല്ല പദവികളെല്ലാം നമുക്ക്
നമ്മെ നല്ല പദവികളിൽ യോഗ്യരാക്കി തീർക്കുവാനിടയായത് ദൈവിക സന്ദർശനം ഒന്നുകൊണ്ട് മാത്രമാണ്. ലോകപ്രകാരം യോഗ്യരായി തോന്നുന്ന അനേകർ ഉണ്ടായിരുന്നിട്ടും തൻ്റെ കരുണയാൽ ദൈവം നമ്മെ സന്ദർശിച്ചു. അവൻ ഉയർത്തിക്കൊണ്ടുവന്ന തൻ്റെ വഴികൾ എത്രയോ ശ്രേഷ്ഠകരമാണ്. യോസഫ് മിസ്രൈമിലെ പ്രധാനമന്ത്രി ആയിരുന്ന കാലത്താണല്ലോ തൻ്റെ പിതാവും സഹോദര കുടുംബങ്ങളും മിസ്രൈമിലെത്തിയത്. അന്നവർക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. യോസഫിന്റെ കാലത്ത് കഷ്ടതയും ദുരിതങ്ങളോ ഇല്ലാതെ സന്തോഷത്തോടുകൂടെ അവർ അവിടെ കഴിഞ്ഞു വരുമ്പോൾ യോസഫ് തനിക്ക് ലഭിച്ച ദൈവിക വെളിപ്പാട് ആലോചന പ്രകാരം ജനത്തോട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങളെ നിശ്ചയമായും ദൈവം സന്ദർശിക്കും. അപ്പോൾ എൻ്റെ അസ്ഥികളും നിങ്ങൾ ഇവിടെ നിന്നും എടുത്തുകൊണ്ട് പോകണമെന്ന് നിർബന്ധിക്കുവാനിടയായി. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അനുഭവിച്ച ദുരിതങ്ങൾക്ക് കാരണം അവരുടെ പാപമായിരുന്നില്ല. പിന്നെയോ ദൈവത്തിന് ആ ജനത്തെ തൻ്റെ ഹിതപ്രകാരം രൂപപ്പെടുത്തി എടുക്കേണ്ടതിന് ദൈവം അനുവദിച്ച ഒരു കഷ്ടതയുടെ സന്ദർശനമായിരുന്നു അവരുടെ കാലത്ത്. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ, ഭൂമിയിലെ ഏതെങ്കിലും ഒരു സ്ഥലത്തെ കാലാവസ്ഥ എപ്പോഴും ഒരുപോലെ ആയിരിക്കുന്നില്ലല്ലോ. ഇതുപോലെ ഒരു വരൾച്ച ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മഴ ഉണ്ടാകുകയുള്ളൂ. അബ്രഹാമിൻ്റെ അതേ വിശ്വാസത്തിൽ തന്നെയായിരുന്നു സാറായും പങ്കാളിയായി കാത്തിരുന്നത്. വാഗ്ദത്തം പ്രാപിച്ചവൻ മറുപടിയില്ലാത്ത അനേക വർഷങ്ങൾ കാത്തി നിൽക്കാനിടയായി. വാഗ്ദത്തം പ്രാപിച്ചത് സ്തോത്രം ഇന്നോ നാളെയോ ലഭിക്കുമെന്ന് പ്രതീക്ഷ വെച്ചുകൊണ്ടിരുന്ന ആ പ്രിയപ്പെട്ടവർക്ക് 25 വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു. എന്നാൽ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചപ്പോൾ, മാനുഷികമായി ഇനിയൊരു സാധ്യതകളും ഇല്ലാതിരുന്നപ്പോൾ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കി കൊടുത്തു. അവരെ സ്തോത്രം തിരുവചനം സാറായെ ദൈവം സന്ദർശിക്കുവാനിടയായി. ആമേൻ. നമ്മുടെ സന്ദർശന കാലത്ത് നാം നിരാശപ്പെട്ട് പിന്മാറി ഇനി കാര്യങ്ങൾ നടക്കുകയില്ല എന്നുള്ള ഭീഷണിക്ക് വഴിപ്പെട്ട് പോകാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിലും ഒരു ദൈവിക സന്ദർശനം വെളിപ്പെടുവാനിടയാകും. ആമേൻ. അപ്രതീക്ഷിത നന്മകൾ ലഭിച്ച ഇസ്രായേൽ ജനം കനാൻ നാട്ടിൽ പാർത്ത് അധികം നാളുകൾ കഴിയുന്നതിന് മുമ്പേ ദൈവത്തെ മറക്കുകയും ഓരോരുത്തരും തനിക്ക് ബോധിച്ചതുപോലെ ജീവിക്കുകയും ചെയ്തു. ആമേൻ. ഇന്നും അനേകർ പ്രതീക്ഷിച്ചതിനേക്കാൾ, അവർ ആഗ്രഹിച്ചതിനേക്കാൾ ഉയർച്ചയും പദവികളും സമ്പത്തും നന്മയും എല്ലാവിധമായ സൗകര്യങ്ങളും കൊടുക്കുമ്പോൾ പ്രാപിച്ചതിന് ശേഷം പിന്നെ ദൈവത്തെ വേണ്ട, ആരാധന വേണ്ട, വിശുദ്ധി വേണ്ട, പ്രാർത്ഥന വേണ്ട, വിശ്വസ്തത വേണ്ട, ഉപവാസം വേണ്ട, തിരുവത്താഴം വേണ്ട, സ്നാനം വേണ്ട. ദൈവത്തിൽ നിന്നും എല്ലാം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കണം. പക്ഷേ ദൈവത്തിന് നാം കൊടുക്കേണ്ട സ്തോത്രം ഹല്ലേലൂയ വിലയേറിയ ആരാധന കൊടുക്കുവാൻ മനസ്സില്ലാതെയാകും. അതിൻ്റെ ഫലമായി പാപത്തിൻ്റെ പാപത്തിൻ്റെ ഫലമായ സ്തോത്രം കഷ്ടതകൾ പിന്നത്തേതിൽ അനുഭവിക്കുവാനിടയാകും. നമുക്കറിയാം, അപ്പത്തിൻ്റെ ഭവനമായ ബത്ലഹേമിൽ ക്ഷാമം കടന്നു വന്നപ്പോൾ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആ ദേശത്തിൽ സ്തോത്രം അനേകർ ആ ക്ഷാമകാലത്ത് ദൈവത്തിൻ്റെ പദ്ധതികൾക്കാല ദൈവിക സന്ദർശനത്തിൽ അവർ പരാതി പറയാതെ ഓടി ഒളിക്കാതെ ഇരിക്കുമ്പോൾ ദേശത്തിലെ ജനങ്ങളെല്ലാം ക്ഷാമകാലത്ത് പിടിച്ചു നിന്നപ്പോൾ ബിരുദനായ എലിമേലേക്കും കുടുംബവും ദൈവം ഒരുക്കുന്ന ദൈവം വെറുക്കുന്ന മോവാബിയ ദേശത്തേക്ക് ഓടിപ്പോകുവാനിടയായി. അവിടെ ചെന്ന് പാർത്തു. എന്നാൽ വളരെ കാലങ്ങൾ കഴിയുന്നതിന് മുമ്പേ എലിമേലേക്കും തൻ്റെ 2 പുത്രന്മാരും അവിടെ വെച്ച് ആ മോവാബ് ദേശത്തിൽ വെച്ച് മരിച്ചു. ബത്ലഹേമിലെ ജനങ്ങൾക്ക് മാനസാന്തരം ഉണ്ടായത് കൊണ്ടായിരിക്കാം ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവം അവർക്ക് ആഹാരം കൊടുത്തു. യഹോവ തൻ്റെ ജനത്തെ സന്ദർശിച്ചു. ആഹാരം കൊടുത്ത പ്രകാരം മോവാബ് ദേശത്ത് വെച്ച് നവോമി കേട്ടു.
ദൈവിക സന്ദർശനത്തിൽ നിൽക്കാതെ പോയവന്റെ കുടുംബത്തിന്റെ സ്ഥിതി ഇപ്പോൾ എത്ര ദയനീയമായിരിക്കുന്നു എന്ന് നോക്കൂ. 2 ആരോഗ്യമുള്ള ചെറുപ്പക്കാരായ മക്കൾ മരിച്ചു. എലിമിലേക്ക് മരിച്ചു. ഇപ്പോൾ വിധവകളായ മരുമക്കളും വിധവയായ നവോമി. എന്നാൽ ദൈവത്തിന്റെ സന്ദർശനം തൻ്റെ ദേശത്തിൽ തൻ്റെ ജനത്തിൻ്റെ നടുവിൽ വെളിപ്പെട്ടെന്നറിഞ്ഞപ്പോൾ നവോമി സ്തോത്രം ഹല്ലേലൂയ ബെത്ലഹേമിലേക്ക് മടങ്ങി വരുവാൻ തയ്യാറായി. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരു ദൈവിക സന്ദർശനം, അത് കഷ്ടതയാകട്ടെ, പട്ടിണിയാകട്ടെ, സാമ്പത്തിക ഞെരുക്കങ്ങളാകട്ടെ, മാനുഷിക വേർപാടുകൾ എന്തുമാകട്ടെ, ഏത് തകർച്ചയിൽ കൂടെ നാം കടന്നുപോയാലും ദൈവിക സന്ദർശനത്തെ ശപിക്കാതെ, നിരസിക്കാതെ, അതിൽ നിന്നും ഓടിമറയാതെ ദൈവത്തിൻ്റെ എല്ലാ സന്ദർശനങ്ങളും നാം സ്തോത്രത്തോടെ അനുഭവിക്കേണ്ടവരാണ്. യോബ് പറയുന്നു, ദൈവം നമുക്ക് നന്മ തന്നാലും എന്ത് ദുഃഖം തന്നാലും അത് നമ്മൾ അനുഭവിക്കണ്ടേ. നാം ഇന്ന് എനിക്ക് വേദന തന്നുവെങ്കിൽ, ഇന്ന് എനിക്ക് കഷ്ടത തന്നുവെങ്കിൽ, ഇതിനു മുന്നേ എനിക്ക് നല്ല സന്തോഷം ദൈവം തന്നല്ലോ. അപ്പോൾ അതനുഭവിച്ച നാം തന്നെ കഷ്ടത വരുമ്പോൾ എന്തിനാണ് വെറുക്കുന്നത്? പ്രിയ ദൈവമേ, ഒരു സന്തോഷത്തിൻ്റെയും ഒരു ഉയർച്ചയുടെയും സമാധാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒരു ദൈവിക സന്ദർശനം ഈ നാളുകളിൽ നിനക്ക് വേണ്ടി വെളിപ്പെടുവാനിടയാകും. നിന്റെ ഭവനത്തിന് വേണ്ടി വെളിപ്പെടുവാനിടയാകും. അതെ, ഒരു ദൈവിക സന്ദർശനം ഇന്ന് പ്രഭാതം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിനാൽ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാമോ? എൻ്റെ സഭയിൽ ഒരു ദൈവിക സന്ദർശനം, എൻ്റെ ശുശ്രൂഷയിൽ ഒരു ദൈവിക സന്ദർശനം, എൻ്റെ തലമുറയിൽ ഒരു ദൈവിക സന്ദർശനം, എൻ്റെ രാജ്യത്തിൽ, എൻ്റെ പട്ടണത്തിൽ, ഞാൻ പാർക്കുന്ന ദേശത്തിൽ, ഒരു ഭവനത്തിൽ ഒരു ദൈവിക സന്ദർശനം ഉണ്ടാകേണ്ടതിനാൽ ദൈവകരങ്ങൾ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാമോ? അതേ, സ്തോത്രം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പാടുന്നു, ആമേൻ, ഹല്ലേലൂയ. നീ ഭൂമിയെ സന്ദർശിച്ചു നനയ്ക്കുന്നത് മാത്രമല്ല മനുഷ്യന് ഭക്ഷിപ്പാണ്ട് ധാന്യങ്ങൾ ഹല്ലേലൂയ അവൻ സ്തോത്രം സമൃദ്ധിയായി ഒരുക്കുന്നു. നമ്മുടെ കണ്ണുകൾ ദിവസം അടയ്ക്കാം. പ്രിയ ദൈവത്തിലെ നമ്മുടെ ജീവിതത്തിലും ദൈവം ഒരു സന്ദർശനം നമുക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളിൽ കഷ്ടതയുടെ സന്ദർശനമായിരുന്നുവെങ്കിൽ, ശോധനയുടെ സന്ദർശനമായിരുന്നുവെങ്കിൽ, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉയർച്ചയുടെയും ആനന്ദത്തിൻ്റെയും ഒരു സന്ദർശനം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. മൊർദെഖായിയുടെ ജീവിതത്തിൽ ഒരു മരണഭീതി കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായെങ്കിൽ ദൈവസന്നിധിയിൽ കരഞ്ഞ യഹൂദന്മാർക്ക് വേണ്ടി പ്രകാശവും ആനന്ദവും സന്തോഷവും ഹല്ലേലൂയ സ്തോത്രം ബഹുമാനവും ദൈവിക സന്ദർശനത്തിൽ കൂടെ ഒരുക്കിയെങ്കിൽ ഇന്ന് പകൽക്കാലം ആരോടൊക്കെ ആത്മാവ് പറയുന്നു, കുഞ്ഞെ ഭാരപ്പെടേണ്ട, ഒരു ദൈവിക സന്ദർശനം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയാകും. കണ്ണുകൾ അടയ്ക്കാമോ? പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഈ പ്രഭാതം ഒരു ദൈവിക സന്ദർശനത്തിനായി നിന്റെ ജനത്തെ ഒരുക്കണം. അടിയങ്ങളെ താഴ്ത്തുന്നു, കൃപയിൽ മറയ്ക്കണം. എല്ലാവിധ നന്മകളാൽ നിറയ്ക്കും, മഹത്വം പങ്കെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ, സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.